സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ തുടങ്ങിയവ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത വന്നെത്തുകയാണ്. ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവും കൃത്യമായ വിതരണവുമാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ 15 മാസമായി എല്ലാ മാസത്തിലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടായിരുന്നു. മാത്രമല്ല, മുൻപ് ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാതെ കുടിശ്ശികയായി മാറിയ 5 ഗഡുക്കളിൽ 3 ഗഡു ക്ഷേമ പെൻഷനും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. മെയ് മാസത്തിലും ഒരു കുടിശ്ശിക ഗഡു കൂടി ചേർത്ത് 3200 രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. ഇനി അവശേഷിക്കുന്ന 2 ഗഡുക്കൾ ഈ വർഷം തന്നെ വിതരണം ചെയ്യുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് നിലവിലെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയുടെ വർധനയുടെ കാര്യവും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ അന്നുണ്ടായിരുന്ന 1600 രൂപ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 2500 രൂപയാക്കി മാറ്റും എന്ന് പറഞ്ഞിരുന്നു. നിലവിൽ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുവാൻ കേവലം 10 മാസങ്ങൾ കൂടിയാണുള്ളത്. 4 വർഷം കഴിഞ്ഞെങ്കിലും പെൻഷൻ തുകയിൽ 100 രൂപയുടെ പോലും വർധന സർക്കാർ നടപ്പാക്കിയില്ലായിരുന്നു. എന്നാൽ വരുന്ന മാസങ്ങളിൽ 2 പൊതു തെരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് നേരിടേണ്ടി വരുന്നത്. ആദ്യത്തേത് ഏതാനും മാസങ്ങൾക്കകമുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം വൈകാതെ തന്നെ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുകയും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വേണ്ടിവരും. നിലവിലെ സർക്കാരിന് രണ്ടാം ഊഴം ലഭിക്കുന്നതിൽ സൗജന്യ കിറ്റിനും കൃത്യമായതും ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിച്ചു വന്നതുമായ ക്ഷേമ പെൻഷൻ വിതരണത്തിനും പ്രധാന പങ്കുണ്ടായിരുന്നതായി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധന പ്രഖ്യാപനം അടുത്ത് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മസ്റ്ററിങ്ങിന് ശേഷമായിരിക്കും പെൻഷൻ വർധന ഉണ്ടാവുക എന്നാണ് സൂചനകൾ. ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള 2 മാസമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിങ്ങിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഈ നടപടിക്ക് ശേഷം സർക്കാർ പെൻഷൻ വർധന നടപടികളിലേക്ക് കടന്നേക്കും. 150 രൂപയുടെയോ 200 രൂപയുടെയോ ഒരു വർധന ആയിരിക്കും ഒന്നാം ഘട്ടത്തിൽ ഉണ്ടാവുക. അതായത് നിലവിലെ 1600 രൂപ പെൻഷൻ എന്നത് പരമാവധി 1800 വരെയായി വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. അതിനുശേഷമുള്ള വർധന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടായിരിക്കും ഉണ്ടാവുക. ഏകദേശം 2000 രൂപ വരെ ആ സമയത്ത് പെൻഷൻ വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിലും ലഭിക്കുന്ന എല്ലാ പെൻഷൻ ഇൻഫർമേഷനുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.